ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 6 പാനൽ കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് നമ്മൾ സ്കാലപ്പാണ് ചെയ്യുന്നത്, വി നെക്കിൽ. അതുപോലെ തന്നെ സ്ലീവ്സിൽ ചെറിയ പഫൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ താഴെയും നമ്മൾ സ്കാലപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 3 മീറ്റർ തുണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് എനിക്ക് വരുന്നത് ഈ തുണിയുടെ 43 ഇഞ്ചസാണ്. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും നമ്മൾ ഈ പാനൽ കുർത്തി ആകുമ്പോൾ ഒരു 3-4 ഇഞ്ച് എക്സ്ട്രാ തുണി എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അളവ് വെച്ച് എടുക്കുക. എനിക്കിപ്പോൾ 43 ഇഞ്ചസ് ലെങ്ത്താണ് ഈ തുണിക്കുള്ളത്. അപ്പോൾ എനിക്കുള്ള ഈ തുണി ഞാനിപ്പോൾ ഇവിടെ 4 ആക്കി ഒന്ന് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒന്നിച്ച് വെട്ടുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ 4 ആക്കി മടക്കിയിടുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ 4 ആക്കി മടക്കിയിട്ടിട്ട് നമ്മൾ സെൻട്രൽ ഭാഗമാണ് ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സെൻട്രൽ ഭാഗത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 30-34 ഇഞ്ചസ് വരെ ഈ ഒരു അളവെടുത്താൽ മതിയാകും. അപ്പോൾ ഒരു 4 ഇഞ്ചിലാണ് ഞാനിവിടെ അളവെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ടേപ്പ് ഇതേപോലെ നേരെ പിടിച്ചിട്ട് ഒരു 17 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. അത് ഏത് സൈസ് ആൾക്കാരാണെങ്കിലും 17 ഇഞ്ചിൽ നമ്മൾ കൊടുത്താൽ മതിയാകും കേട്ടോ. ലെങ്ത്ത് 17 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ നമ്മൾ 4 ഇഞ്ചസ് മാർക്ക് ചെയ്തിരുന്നല്ലോ, അതേപോലെ താഴെയും ആ 17 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് 4 ഇഞ്ചിൽ തന്നെ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരെ വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ നേരെ വരച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ താഴത്തെ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഇതേപോലെ ഒന്ന് നീക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോയിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ നീക്കിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ പാനൽ കുർത്തി ആയതുകൊണ്ട് തന്നെ താഴെ നല്ല വിരിവ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാണാനത്തെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ താഴത്തെ ഭാഗം ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഞാനൊന്ന് ചരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ടോട്ടൽ എനിക്ക് താഴത്തെ ഭാഗത്ത് വിഡ്ത്ത് വരുന്നത് ഇപ്പോൾ 4 ആക്കി മടക്കിയിടുമ്പോഴുള്ള വിഡ്ത്താണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിപ്പോൾ എനിക്ക് നല്ല വിഡ്ത്തുള്ള തുണിയാണ്. അപ്പോൾ എനിക്ക് വിഡ്ത്ത് വരുന്നത് ഒരു 30 ഇഞ്ചസ് ഉണ്ട്. 4 ആക്കി മടക്കിയിടുമ്പോൾ 30 ഇഞ്ചസ് വിഡ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പകുതി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 15 ഇഞ്ചസാണ് എനിക്ക് പകുതി വരുന്നത്. അപ്പോൾ നേരെ പകുതി ഞാനവിടെ മാർക്ക് ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ വീണ്ടും ഇതേപോലെ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ തിരിച്ചിടുന്നത് വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ ഫുള്ളായിട്ട് നമുക്കിത് കിട്ടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 15 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അവിടെ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 17 ഇഞ്ച് ലെങ്ത്തില്ലേ, അതിലേക്ക് ഇതേപോലെ സ്കെയിൽ വെച്ച് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ നടുഭാഗത്തെ പാനലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്താൽ മതി. നമുക്ക് താഴെ വരുന്ന വിഡ്ത്തിൻ്റെ നേർ പകുതി നമ്മൾ എടുത്താൽ മതിയാവും. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പിൻ ചെയ്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ 4 പീസ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാനാണ് ഞാനങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ പിൻ ചെയ്ത് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാറിപ്പോകത്തില്ല. 4 പീസും ഒന്നിച്ച് തന്നെ കിടക്കും. കാരണം ഇനി അടുത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാനങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ പീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഈ പാനൽ കുർത്തി ചെയ്യുമ്പോഴേക്കും നമുക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണോ അതിനേക്കാളും ഒരു 2-3 ഇഞ്ച് നമ്മൾ കൂടുതലെടുക്കണം. എന്നാലേ നമുക്ക് 2 പാനൽ ഇതേപോലെ സൈഡിലെ പാനൽ ജോയിൻ ചെയ്യുമ്പോൾ ലെങ്ത്ത് ഒരളവിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ വരുന്നത്. 2 പീസായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സൈഡിൽ വരുന്ന പാനലും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ വീഡിയോയിൽ കറക്റ്റ് ശ്രദ്ധിച്ചിരുന്നാലേ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് ക്ലിയർ ആകത്തുള്ളൂ. അപ്പോൾ ഈ പീസ് ഇതേപോലെ മുകളിലേക്ക് കൊണ്ടുവരിക. താഴത്തെ വശം മുകളിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ തിരിച്ചിടുക. കേട്ടോ, നേരെ വരുന്ന വശമാണ് കേട്ടോ നമ്മളിങ്ങനെ മുട്ടിച്ചിടേണ്ടത്. ചരിഞ്ഞ് വരുന്ന വശം അപ്പുറത്ത് സൈഡിലായിട്ടാണ് ഇടേണ്ടത്. കേട്ടോ, നേരെ വരുന്ന വശമാണ് ഇതേപോലെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് നമ്മളത് ജോയിൻ ചെയ്ത് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള അളവ് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡറും നെക്കും കൂടെ ഞാൻ 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോളും 6 ഇഞ്ചിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആം ഹോൾ കർവ് ചെയ്യാനായിട്ട് ഇതേപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 36 ഇഞ്ചസ് ചെസ്റ്റ് അളവിൻ്റെയാണ്. അപ്പോൾ നമ്മൾ 36നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക്
9 ഇഞ്ചസ് കിട്ടും. അപ്പോൾ 9 ഇഞ്ചസും 2 ഇഞ്ച് സീം അലവൻസും കൂടിയാണ് ഞാനവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഷേപ്പ് ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചസിലാണ്. നമ്മളൊരു മീഡിയം ലാർജ് സൈസ് വരെയൊക്കെ 13 ഇഞ്ചസ് കൊടുത്താൽ മതിയാകും. ഇനി ആ ഭാഗത്തെ വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്തെ വിഡ്ത്ത് എനിക്ക് വരുന്നത് 32 ആണ്. അപ്പോൾ 32നെ ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 8 വന്നു. അപ്പോൾ 8 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു 2 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നോർമലായിട്ട് സ്ലിറ്റ് ഇടുന്ന ഒരു അളവുണ്ടല്ലോ, ആ ഒരു അളവ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റ് ഇടുന്നില്ല നമ്മളിതിൽ, എന്നാലും നമ്മളത് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 20 ഇഞ്ചസിലാണ് ആ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അവിടുത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നോർമലായിട്ട് മാർക്ക് ചെയ്യുന്നതിനേക്കാളും 1-2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അവിടെ മാർക്ക് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ടേപ്പ് കൊണ്ട് നമ്മുടെ ഹിപ്പിൻ്റെ അളവൊന്ന് അളന്നെടുക്കുക. എന്നിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ 1-2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. അപ്പോൾ ഞാനിവിടെ ഒരു 11 ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് വിട്ട് കൂട്ടിയിട്ട് കൊടുത്താലും മതിയാകും. അതായത് നമ്മളുടെ ചെസ്റ്റ് അളവിനേക്കാളും ഒരു 1-2 ഇഞ്ച് കൂട്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്താലും മതിയാവും കേട്ടോ. കാരണം അവിടെ നമ്മൾ അധികം ടൈറ്റാക്കി എടുക്കരുത്. അവിടെ ഇത്തിരി ലൂസായിട്ട് ഇരുന്നാലും നമ്മൾ പാനൽ ചെയ്യുമ്പോൾ ആ ഭാഗം ഇങ്ങനെ ചുരുക്കമായിട്ട് ഇരിക്കുന്നത് കാണാൻ ഭംഗി ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഓവറായിട്ട് ഫിറ്റായിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ഭാഗമെല്ലാം ഫിറ്റായിട്ട് താഴെ മാത്രം ഇങ്ങനെ ലൂസായിട്ട് ചുരുക്കമായിട്ട് കിടക്കുന്ന പോലെ ഇരിക്കും. എന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് ഇതേപോലെ എടുക്കുക. അതിനുശേഷം താഴത്തെ ഭാഗം കണ്ടു, താഴത്തെ ഭാഗം കുറച്ച് ഡിഫറൻസ് കണ്ടോ. കുർത്തിയിൽ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും 1-2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം എന്ന്. ഞാനിപ്പോൾ നമ്മൾ ഇവിടെ വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നത് 15 ഇഞ്ചസിൽ തന്നെയാണ്. നേരത്തെ നമ്മൾ 15 ഇഞ്ചസിലാണ് സെൻട്രൽ പോയിൻറ്റിന് മാർക്ക് ചെയ്തത്. എന്നിട്ട് 1 ഇഞ്ചും കൂടി ഞാൻ സീം അലവൻസും കൂടി അവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ 16 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് നേരെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഇങ്ങനെ ലെങ്ത്ത് എടുക്കാനായിട്ട് തുണി ഇല്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ലെങ്ത്തിൻ്റെ അനുസരിച്ച് അറേഞ്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ആ ഭാഗം നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ സെൻട്രൽ പീസും സൈഡ് പീസും കൂടി ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൽ നിന്ന് സെൻട്രൽ പീസിൽ ഒരു പീസ് ഞാൻ ഇതേപോലെ നിവർത്തിയിട്ടു. എന്നിട്ട് സൈഡിലും ഇതേപോലെ ഒരു പീസ്, നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടു. ഇതേപോലെയാണ് നമ്മളപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സെൻട്രൽ പീസായിട്ട് ഈ 2 പീസും ജോയിൻ ചെയ്തെടുക്കണം. ഇതേപോലെ വെച്ചിട്ട് നല്ല വശം രണ്ടും അകത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മളിത് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ ഞാനിവിടെ ഇത് ജോയിൻ ചെയ്ത് താഴെ വരെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡിഫറൻസ് ഇത് കണ്ടോ വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ എനിക്ക് ഈ ലെങ്ത്തിലാണുള്ളത്, എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ അവിടെ പീസ് കട്ട് ചെയ്ത് ചേർക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞത് നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും 2 ഇഞ്ചെങ്കിലും നമ്മൾ എക്സ്ട്രാ എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഉണ്ടാവും. ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിതിങ്ങനെ ജോയിൻ ചെയ്ത് സൈഡ് ഭാഗം വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുന്നത് നമുക്ക് ഈ താഴത്തെ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാനാണ്. അപ്പോൾ അങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ തിരിച്ചിടുമ്പോഴൊന്നും അത് പീസ് കറക്റ്റ് തന്നെ ഇരിക്കും. അതല്ലാണ്ട് അങ്ങോട്ട് ഇങ്ങനെ കയറി പോകത്തൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഭാഗം ഒന്ന് സ്കെയിൽ കൊണ്ടൊന്ന് നേരെ വരച്ചിട്ട് ഇതേപോലെ വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഈ അറ്റത്തുള്ള ഭാഗം ഇത്തിരി കയറ്റി വെട്ടണം. കുറച്ചുകൂടി നിങ്ങൾക്ക് കയറ്റി വെട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വിട്ട് അവിടെ കൊടുക്കുമ്പോൾ കയറ്റി വെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 2 സൈഡിലും തുണി ഓവറായിട്ട് താഴേക്ക് തൂങ്ങി കിടക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കയറ്റി വെട്ടുക, റൗണ്ട് ചെയ്ത് കർവായിട്ട് വെട്ടുക. ഇനി ബാക്ക് സൈഡാണ് കേട്ടോ ഞാൻ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടാണ് നെക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട നെക്കിനേക്കാളും ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിലും ലെങ്ത്തിലും എക്സ്ട്രാ തുണി എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിടുക. 2ൻ്റെ ഫോൾഡഡ് സൈഡ് ഒന്നിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ മടക്കിയിട്ടിട്ട് ഒരു 3 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ നെക്കിന് വിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവിൽ നെക്കിന് കൊടുക്കുക. അപ്പോൾ ബാക്ക് നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് 4 ഇഞ്ചസിലാണ്. 4 ഇഞ്ചസിൽ നെക്കും കൊടുത്തിട്ട് നമുക്കതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ റൗണ്ട് നെക്കാണ് ഞാനിവിടെ
ബാക്കിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ചാണെങ്കിലും ക്രോസ് പീസ് വെച്ചാണെങ്കിലും നെക്ക് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് എക്സ്ട്രാ വന്ന പീസ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കവിടെ മടക്കി അടിക്കാനുള്ള തുണി മാത്രം ഇട്ടിട്ട് ബാക്കി ഭാഗമൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ പീസൊന്ന് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ വശവും ഞാനിങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ബിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നെക്ക് കിട്ടുകയും ചെയ്യും, തെറ്റ് വരത്തുമില്ല. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല വശം ദാ ഇതേപോലെ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഉൾവശം വരുന്നത് ഇതേപോലെയാണ്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചും കൂടെ അത് ഫിനിഷ് ചെയ്തെടുക്കണം. 3 വശവും ഇതേപോലെ മടക്കി അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് നെക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഓൾറെഡി തന്നെ അടിച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് നെക്കാണ് ചെയ്യാനുള്ളത്. നെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ക്യാൻവാസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാക്കി മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട നെക്കിനേക്കാളും ഒരു 1-2 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ എക്സ്ട്രാ എടുക്കണം. വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചസിൽ തന്നെയാണ്. ബാക്ക് നെക്ക് നമ്മൾ 3 ഇഞ്ചസിലാണ് മാർക്ക് ചെയ്തത്. നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 7 ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണോ അത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മളിവിടെ വി നെക്കിലാണ് സ്കാലപ്പ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വി നെക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. നമ്മളിവിടെ അതിനെ ഒരു വി നെക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ നെക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ടിന്നിൻ്റെ ലിഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതേപോലെ എടുത്തിട്ട് ചെറിയ ചെറിയ റൗണ്ടുകൾ നമുക്കിതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതളവിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും എടുത്ത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഞാനൊരു ഈ ഒരു അളവിലാണ് റൗണ്ട് ചെയ്ത് വരക്കുന്നത്. അറ്റം വരെ ഇതേപോലെ വരക്കുക. അപ്പോൾ നമ്മൾ താഴെ നിന്ന് എപ്പോഴും വരച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതായത് നെക്കിൻ്റെ ആ വി സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ഇതേപോലെ വരച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് സ്കെയിൽ വെച്ച് ഒരു വര വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനിങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ തെന്നി മാറാതെയൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി റൗണ്ടിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വരച്ച ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മൾ അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ നെക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മൂലയൊക്കെ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്കത് ഇതേപോലൊരു ലുക്കിലാണ് ഇത് വരുന്നത്. ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊരു പീസിലേക്ക് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പീസിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് അയൺ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൂടെ അടിക്കണം സൈഡ്. അപ്പോൾ അങ്ങനെ അയൺ ചെയ്തെടുത്ത് ഞാൻ അതേപോലെ ഒന്ന് മടക്കി കൂടെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ഫ്രണ്ട് പീസിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി രണ്ടിൻ്റെയും സെൻട്രൽ പൊസിഷനിൽ നമ്മൾ ഇതേപോലൊരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് എല്ലാ സൈഡും ഒന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ എല്ലാ സൈഡും പിൻ ചെയ്ത് വെച്ചിട്ട് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ റൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഷേപ്പിൽ തന്നെ ഇത് അടിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തിരിച്ചിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ കറക്റ്റ് നെക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം സ്ലോയിൽ ചെയ്താൽ മതി. റൗണ്ടിൽ വന്നേക്കണ പോലെ തന്നെ ക്യാൻവാസിൻ്റെ തൊട്ട് മുകളിൽ അറ്റത്തിട്ട് ഇതേപോലെയാണ് നമ്മൾ സ്കാലപ്പ് നെക്ക് അടിച്ചെടുക്കേണ്ടത്. നമ്മളിപ്പോൾ എല്ലാ സൈഡിലും പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമ്മളിതിപ്പോൾ റൗണ്ട് നെക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് അടിക്കുമ്പോൾ തിരിച്ചാണ് അടിച്ച് വരുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും പിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് തിരിച്ചടിച്ച് വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ഷേപ്പിലായിരിക്കില്ല ഇത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗമെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് അടിക്കുക. അപ്പോൾ ഈ വീട് ഭാഗം എത്തുമ്പോഴേക്കും ആ വന്നിരിക്കുന്ന ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് റൗണ്ട് ഷേപ്പിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും നമ്മൾക്ക് 2 റൗണ്ടിൻ്റെ ജോയിൻറ്റിൽ കട്ടിങ് വന്നിരിക്കുന്ന ഭാഗത്തെല്ലാം ഇറക്കി ഒന്ന് കട്ട് ചെയ്ത് വി പോലെ ഇടയിൽ വരുന്ന ഭാഗമെല്ലാം ഇറക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ
അത് നമുക്ക് കറക്റ്റ് പെർഫെക്ഷനിൽ വരില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗം സ്റ്റിച്ചിങ്ങിൻ്റെ തൊട്ട് മുന്നേ വരെ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സ്റ്റിച്ചിങ്ങിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഭാഗമാണിത്. ഇടയിലെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചെടുത്തൊന്ന് അയൺ ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വിട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ പറ്റിയിട്ട് ഇതേപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. ഇങ്ങനെ കൂടി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ ഭാഗം സെക്യൂറായിട്ട് ഇരിക്കും. കാരണം നമ്മൾ ഈ മൂലക്ക് ഭാഗമൊക്കെ, അതായത് ഈ റൗണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഭാഗമൊക്കെ നമ്മൾ ജസ്റ്റ് അറ്റം വരെ കട്ട് ചെയ്ത് ഇട്ടിട്ടാണല്ലോ തിരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെക്യൂറായിട്ടിരിക്കാനായിട്ട്, അതായത് നമുക്ക് വിട്ടു പോകാതിരിക്കാൻ ഇത് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അതും നമ്മൾ സ്ലോയിൽ ചെയ്താൽ മതിയാകും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വൃത്തി നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഈ ഭാഗം ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഓരോ ഭാഗവും ഇതേപോലെ ചരിച്ച് പിടിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തെ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെം ചെയ്ത് കൊടുത്താൽ മതിയാകും. ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണമെന്നില്ല. ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടാനാണ് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഷോൾഡറിൽ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സ് എനിക്ക് ഇതേപോലെ ഞാൻ അളവെടുത്തപ്പോൾ 17 ഇഞ്ചസ് വന്നു. അപ്പോൾ അതിൻ്റെ നേർപകുതി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് 8 ഇഞ്ചസാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിവർത്തിയിടുമ്പോൾ നമുക്ക് 17 ഇഞ്ച് വിഡ്ത്ത് കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലെങ്ത്ത് ഒരു 10 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതേപോലൊരു ക്യാൻവാസ് നമുക്കൊരു 2-2.5 ഇഞ്ചിൽ നമുക്ക് എടുക്കാം. അതിലും നമുക്ക് സ്കാലപ്പ് വെക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ സ്കെയിൽ കൊണ്ടൊന്ന് വരച്ച് ഇടുക. അതിനുശേഷം 1 ഇഞ്ച് താഴെയായിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് വരക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ലിഡ് തന്നെ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഞാനിവിടെ റൗണ്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ നേരെ വരച്ചെടുക്കുക. ഇപ്പോൾ എനിക്ക് വേണ്ടത് 17 ഇഞ്ചസിൽ ആയതുകൊണ്ടാണ് അതേ അളവിൽ തന്നെ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ഞാനതൊരു തുണിയിലേക്ക് ഇതേപോലെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം റൗണ്ട് ഭാഗമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി അടിച്ച് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് സ്ലീവ്സിൻ്റെ അറ്റത്തേക്കൊന്ന് വെച്ച് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ നല്ല വശം രണ്ടും അകത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് അറ്റത്തെ ഭാഗത്തുനിന്ന് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കണം. റൗണ്ട് ഭാഗം ഇതേപോലെ താഴെ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. സ്ലീവ്സിൻ്റെ അറ്റത്താണ് നമ്മളിത് അടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ നെക്ക് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് നേരെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ 2 സ്ലീവ്സിനും അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇതേപോലെ തിരിച്ചെടുക്കാം. എന്നിട്ട് ഉൾഭാഗം ഇതേപോലെ ഒന്ന് മടക്കി അകത്തേക്ക് അതുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അതുകൂടെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ ഭാഗം അപ്പോൾ ഫിനിഷായി. ഇതിന് ശേഷമാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ താഴത്തെ ഭാഗം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ്സിന് വേണ്ട അളവ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിലാണ് സ്ലീവ്സ് ആദ്യം മാർക്ക് ചെയ്തത്. എന്നിട്ട് മുകളിലേക്ക് ഇതേപോലെ ഒരു 2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തു. അപ്പോൾ പഫ് സ്ലീവ്സ് വെക്കുന്നതിനാണ് ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് വേണ്ട സ്ലീവ്സിൻ്റെ അളവാണ് 7 ഇഞ്ചസിൽ ആദ്യം മാർക്ക് ചെയ്തത്. അതിനുശേഷം പഫ് സ്ലീവ്സ് വെക്കാനായിട്ട് ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ മുകളിലേക്ക് കയറ്റി ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം 2 ഇഞ്ചിൽ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ 2 ഇഞ്ച് വരച്ച് മുകളിലും ഒരു 2 ഇഞ്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ പോലെ വരച്ചിടുക. മനസ്സിലായോ? അതിനുശേഷം ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമ്മൾ പഫ് സ്ലീവ്സ് പഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ ഇതേപോലെ ഓപ്പൺ സൈഡിൽ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് ഷേപ്പ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിരുന്നല്ലോ, ആ പോയിൻറ്റിൽ നിന്ന് ഇപ്പോൾ വരച്ച 3.5 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുക്കുക.
അപ്പോൾ ദേ എനിക്കത് വന്നിരിക്കുന്ന അളവിൻ്റെ നേരെ പകുതി ഞാനവിടെ എടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ 3.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെ 7 ഇഞ്ച് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയല്ലോ, അതിൻ്റെ താഴേക്ക് നമ്മൾ നോർമലായിട്ട് സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെയാണ് വരക്കുന്നത്. മുകളിൽ 2 ഇഞ്ച് മാത്രം പഫ് സ്ലീവ്സിന് വേണ്ടി എക്സ്ട്രാ എടുത്തിടുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നോർമൽ സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ വെക്കേണ്ട അളവ് നമ്മൾ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിടണം. കുറച്ച് സ്ലീവ് ലൂസായിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു മോഡലിന് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടതിനേക്കാളും 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്ലീവ്സ് നമുക്കൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് വരച്ചത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ നല്ല വശം 2 ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ നോർമലായിട്ട് വെക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതേപോലെ സൈഡ് ഭാഗത്തുനിന്ന് പിൻ ചെയ്ത് വെക്കണം. അപ്പോൾ 2ൻ്റെയും സൈഡ് ഭാഗത്തു നിന്നാണ് ഞാൻ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇങ്ങനെ പിൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് സെൻട്രൽ ഭാഗത്തുമ്പോഴാണ് നമുക്ക് ചുരുക്കുകൾ ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്താണ് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ആദ്യം തന്നെ സൈഡിൽ 2 ഭാഗത്തുനിന്നും പിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറയുന്നത്. എന്നിട്ട് നമുക്ക് നടുക്ക് ഭാഗത്ത് എക്സ്ട്രാ എത്ര തുണി വരുന്നോ അത്രയും ഭാഗം നമുക്കപ്പോൾ ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, അവിടെ ഒരു കട്ടിങ് വന്നിരിക്കുന്ന ഭാഗത്തു നിന്നാണ് ഞാൻ ഇവിടെ ചുരുക്കിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കണ്ടായിരുന്നല്ലോ, ഞാൻ ആദ്യം മാർക്ക് ചെയ്ത 2 ഇഞ്ചിൽ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നത്. ആ ഭാഗത്തു നിന്ന് ഇത്രയും ഭാഗം വരെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതടിച്ച് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്ലീവ്സും ഇതേപോലെ തന്നെ ചെയ്യുക. സ്ലീവ്സിൻ്റെ ഭാഗമെല്ലാം നമ്മൾ 2 തവണ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്ലീവ്സ് ഞാനിവിടെ അടിച്ചെടുത്തു. ഇത് കണ്ടോ, ചെറിയ പഫായിട്ട് നല്ല രസത്തിൽ നമുക്കിത് ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. താഴെയും നമുക്ക് നല്ല ഭംഗിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് 2 പീസ് ഒന്ന് ജോയിൻ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യാം. അപ്പോൾ സ്ലീവ്സിൻ്റെ ഭാഗം നിങ്ങളുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. ഇനി ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു സെൻട്രൽ പോയിന്റ് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എളുപ്പം മാർക്ക് ചെയ്യാനാണ് അങ്ങനെ വരച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അളവുകളെല്ലാം ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഈ അളവുകളൊക്കെ തുടക്കത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് ഞാൻ ഒരു 9 ഇഞ്ചിൽ കൊടുത്തു. അതിനുശേഷം ഷേപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ 13 ഇഞ്ചാണ് പറഞ്ഞിരുന്നത്. അവിടുത്തെ വിഡ്ത്ത് ഒരു 8 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ചധികം വിഡ്ത്തിൽ ഇതേപോലെ കൊടുക്കുക. അതായത് നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് നമ്മൾ അവിടെ കുറച്ച് ലൂസാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇത്രയും വരച്ചതിന് ശേഷം താഴേക്ക് ജസ്റ്റ് ഇതേപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് അടിച്ചെടുത്താൽ മതിയാവും. സൈഡ് നമുക്ക് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം താഴത്തെ ഭാഗവും കൂടി ഒന്ന് അടിച്ചെടുത്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതോടെ ഈ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.